അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പവിത്രമായ റമദാൻ മാസം നമ്മളിലേക്ക് ആഗതമാവുകയാണ്. ഈ ഒരു സമയത്ത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പല ആളുകൾക്കും നോമ്പ് നഷ്ടപ്പെട്ടിട്ടുണ്ടാകും. പ്രത്യേകിച്ച് സ്ത്രീകളാകുമ്പോൾ അവരുടെ പീരിയഡിന്റെ ടൈമിൽ, മെൻസസിന്റെ ടൈമിൽ നഷ്ടപ്പെട്ടു പോയ നോമ്പുകൾ റമദാൻ വരുന്നതിന്റെ മുൻപ് അവർ വീണ്ടെടുക്കണം. അല്ലാത്ത പക്ഷം ഒരു വർഷം കഴിഞ്ഞ് ആ നോമ്പ് വീണ്ടെടുത്തിട്ടില്ലെങ്കിൽ അവർക്ക് മുദ്ദു കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ റമദാനിൽ നഷ്ടപ്പെട്ട നോമ്പുകൾ ഈ വരുന്ന റമദാൻ ആകുമ്പോഴേക്ക് നോറ്റ് വീട്ടണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. പ്രത്യേകിച്ച് വ്യാഴം, തിങ്കൾ പോലത്തെ ദിവസങ്ങളിലൊക്കെ നോമ്പെടുത്ത് ആ വ്യാഴം തിങ്കളിന്റെ സുന്നത്തുകൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് നോമ്പെടുക്കുകയാണെങ്കിൽ നമുക്ക് ഖളാ വീട്ടിലും അതോടൊപ്പം തന്നെ വ്യാഴം, തിങ്കൾ എന്നീ സുന്നത്ത് ദിവസങ്ങളുടെ നോമ്പിന്റെ പ്രതിഫലവും നമുക്ക് ലഭിക്കുന്നതാണ്. അല്ലാത്ത പക്ഷം മുത്തു കൊടുക്കേണ്ടി വരും. ഇപ്പോൾ കഴിഞ്ഞ റമദാനിൽ നഷ്ടപ്പെട്ട ഒരു നോമ്പ് ഈ വരുന്ന റമദാനിന്റെ മുൻപ് ഖളാ വീട്ടിയിട്ടില്ലെങ്കിൽ അയാൾ റമദാൻ കഴിഞ്ഞ് പിന്നീട് ഖളാ വീട്ടുമ്പോൾ ഖളാ വീട്ടുകയും വേണം, ഒരു മുദ്ദ് കൊടുക്കുകയും വേണം. അതും കഴിഞ്ഞു പോയാൽ 2 മുദ്ദ്. അങ്ങനെ ഓരോ വർഷത്തിന് മുദ്ദ് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. എത്ര വർഷമാണോ പിന്തിപ്പിച്ചത് അതിനനുസരിച്ച് മുദ്ദ് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഈ ഒരു വിഷയം നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. സ്വാഭാവികമായും ഒരുപാട് സ്ത്രീകൾക്കാണ് നോമ്പ് നഷ്ടപ്പെട്ടിട്ടുണ്ടാവുക. അതുപോലെ തന്നെ ആർക്കെങ്കിലും, പുരുഷന്മാർക്ക് ആർക്കെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരും ഈ ഒരു കാര്യം ശ്രദ്ധിക്കുകയും നോമ്പ് നഷ്ടപ്പെട്ടത് റമദാനിന്റെ മുൻപ് തന്നെ ഖളാ വീട്ടുകയും വേണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും നോമ്പ് നഷ്ടപ്പെട്ടത് ഖളാ വീട്ടാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.